ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. ഞാൻ ഇപ്പോൾ എൻ്റെ ജേണലിൽ ഞാൻ ഇന്ന് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാൻ പോകും കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ ബാങ്കിൽ നിന്ന് കിട്ടിയൊരു ബുക്കാണ്. അപ്പം ഞാനത് എടുത്തു. കുറേ പേരുടെ ഫോട്ടോ വരുന്നുണ്ട്. SBIയുടെ ആണ്. അപ്പോൾ ഇത് അമ്മയ്ക്ക് കിട്ടിയ ബുക്കാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു. ഇതാണ് ഗായ്സ് ആദ്യത്തെ ജേണൽ. ഞാൻ ചെയ്ത ആദ്യത്തെ ജേണലാണിത്. രണ്ടാമത്തെ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു പേജ് ഇടവിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ഉണ്ട് രണ്ടാമത്തെ ജേണൽ. അപ്പോൾ ഗായ്സ് ഞാൻ ഫോണൊന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബുക്ക്. ഞാൻ ഇത്രയും വരെ നിങ്ങളെ കാണിച്ചതല്ലേ. ആയുധം വരെയൊക്കെ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചത്. ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. ഇത് വലിയ എഴുത്തില്ലെങ്കിൽ ആദ്യം ജേണലിനെ പറ്റി വലിയ പിടിയില്ലാത്തത് ഞാൻ ചെയ്തൊരു ജേണലാണിത്. എഴുത്ത് വേണമെന്ന് എനിക്കറിയാം, ബട്ട് ഇപ്പോഴാട്ടെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ചെയ്തത് ഇതാണ്. ഇതൊരു പിങ്ക് കളർ, പിങ്ക് ആൻഡ് മഴവില്ലോടെ അരച്ചിട്ടുണ്ട്. ഫ്രെയിം വരെ വലിയ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അടുത്തത് ഇവിടെ ഉണ്ട്. ഇതാണ് ഓറഞ്ച് തീമി ചെയ്തൊരു ഓറഞ്ച് വയലൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഓറഞ്ച് തീമി ചെയ്ത ഒരു ജേണലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജേണൽ ഒരു മഴവില്ലിൻ്റെ ജേണലാണ്. ഇത് എൻ്റെ അമ്മയുടെ കേക്കിൻ്റെ ഒരു സാധനം വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു കേക്കിന് അമ്മയ്ക്ക് യൂണിക്കോൺ കേക്ക് കിട്ടി, അതിൻ്റെ സാധനമാണ്. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇനി അടുത്ത ജേണൽ ഇതാണ് ഗൈസ്. ഇതാണ് അടുത്ത ജേണൽ. ഇതും അങ്ങനത്തെ ഞാൻ കേക്കിൻ്റെ സാധനം തന്നെ ഞാൻ വെച്ചേക്കണയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് ചെയ്യൂ കണ്ടോ. ഇതാണ് വേറൊരു ജേണൽ. ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടില്ല ഞാൻ. ഇത് മറ്റേ റവയാണ് കേട്ടോ. റവയിൽ സ്കെച്ച് വെച്ചിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഐ ലവ് മൈ ഫാമിലി. ഇതാണ് ഞാൻ എഴുതി വെച്ചത്. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് മറ്റേ ഫോർമിറ്റായാണ്. പിന്നെ ഇതെനിക്കൊരു പേനയുടെ പാക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ വെട്ടി ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് രണ്ടും. ഇത് വലിയ ജേണലൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ജേണലിൻ്റെ പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നുമല്ല എനിക്ക് ജേണൽ എങ്ങനെ ചെയ്യേണ്ടത് പിടി കിട്ടിയത് കണ്ടോ. ഞാൻ ഈ സ്റ്റിക്കർ തുറന്ന് ഇങ്ങനെ നോക്കാം. ഇവിടെ ഒന്നും അല്ല, പക്ഷെ എനിക്ക് ജേണലിൻ്റെ പിടി കിട്ടിയത് കുറച്ചങ്ങോട്ട് പോകണം. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഉള്ള വേറെ സാധനം ചെയ്ത് വെച്ചേട്ടാ. അത് ഒട്ടിച്ച് വെച്ചേക്കാണ്. എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നില്ല അതുകൊണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂ തീമിലുള്ള ഒരു ജേണലാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഒരു ബ്രൗൺ തീമിലുള്ളതാണ്. ബ്രൗൺ തീമിലുള്ള ഒരു ജേണലാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഗ്രീൻ തീം തന്നെയാണ്. പിന്നെ ഒരു പിങ്ക് തീമാണ് കേട്ടോ. പിങ്ക് തീം നിങ്ങളുടെയാണ് പിങ്ക് തീം. എന്നിട്ട് ഈ അടുത്ത തൊട്ടാണ് എനിക്ക് ജേണലിന് ഒരു പിടി കിട്ടി തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട്. ഇതെനിക്ക് പള്ളിപ്പെരുന്നാളിന് കാര്യയിൽ പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ കിട്ടിയ സാധനമാണ്. അതിൽ നിന്ന് കളിപ്പാട്ടത്തിൽ നിന്ന് കിട്ടിയ 2 പൊട്ടാണ്. 2 കുറേ ഉണ്ടായിരുന്നു. അതെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിനകത്ത് കവാ സ്റ്റിക്കർ കുറേ ഉണ്ട് ഗായ്സ്. പിന്നെ നമ്മുടെ ഗിൽറ്റ് പേപ്പറാണ്, പശയുള്ള ഗിൽറ്റ് പേപ്പറാണ്. എന്ത് പ്രശ്നമില്ല. നമ്മൾ പശയുടെ വേറെ കളത്തിന് പോകേണ്ട ആവശ്യമില്ല കണ്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ലബൂബുവിൻ്റെ ഒരു ഇതാണ്. ഞാനിത് പള്ളിപ്പെരുന്നാളിന് വേങ്ങൂർത്തെ പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിച്ച സാധനമുണ്ട് ലബൂബു. ആ ലബൂബു ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിറയും വീണ് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട് ഗൈസ്, ഇതാണ് ആ ലബൂബു. പേജ് മാർക്ക് ആദ്യം. ഇതാണ് ഈ ലബൂബുവിൻ്റെ അതിൻ്റെ കവർ ചെയ്തിട്ട് അതിൻ്റെ ബോക്സിലാണ് ഇത്. ഇതാണ് എനിക്ക് കിട്ടിയ ലബൂബു കേട്ടോ. എനിക്ക് ഈ ഒരു കളറാണ് കിട്ടിയത്. ഈ കളറിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ലബൂബു വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആ ലബൂബുവിൻ്റെ കളറും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടൊന്നും ചെയ്യണേ. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇതാണ് ഞാൻ ലബൂബു ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞു, ന്യൂസ് പേപ്പറിൽ നിന്നൊന്നും കിട്ടാണ്ട് വന്നപ്പോൾ ഒന്ന് ഒട്ടിച്ചു തന്നു. അടുത്തൊരു സാധനം ഞാൻ പിന്നെ ചെയ്തതാണ് ഇത് ഡ്രസ്സിൽ നിന്ന് കിട്ടിയൊരു സാധനമാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കവായി സ്റ്റിക്കർ വെച്ചപ്പോൾ അതിൻ്റെ കുറേ കിട്ടിയതാണ്. ഇതാണ് നിറച്ച് കവായി കൊണ്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി എൻ്റെ പേരാട്ടോ അന്നാന്ന്, ഞാൻ വെറുതെ അടുത്തത് ഞാൻ കാണിച്ചില്ല. അടുത്തൊരു ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് ചെയ്യണം, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഒടിച്ച് ചെയ്തിട്ട് ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് ഫെറോ റോഷർ വാങ്ങിച്ചപ്പോൾ ഫെറോ റോഷറിൻ്റെ അന്യായ വിലയെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അമ്മേനോട് എങ്ങനെയോ ചോദിച്ച് വാങ്ങിയ ഫെറോ റോഷറിൻ്റെ സാധനമാണ് ഇരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് ചോദിച്ചാൽ അടുത്തത് ഇല്ല, ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് കവായി സ്റ്റിക്കർ ഒട്ടിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നടത്താൻ മറക്കരുത്. ഇതിപ്പോൾ തരുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.